ഈ പീഡനത്തിൽ സംഭവിക്കുന്ന എന്താണ്? ഉസ്താദുമാർക്ക് സത്യത്തിൽ ഒരു പ്രചോദനം തന്നെ മതം വെക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ രോഗിയായി കിടക്കുന്നവർ, മാനസിക വൈകല്യമുള്ള ആളുകൾ, ശവം. ഇത്രയും സംഗതികളുമായി നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഇതൊരു തെറ്റാണെന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതൊന്ന് കുളിച്ചാൽ മതി. ജമീലിയോടൊക്കെ ചോദിച്ചു നോക്കാം, ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? ഇതാണ് പഠിപ്പിക്കുന്നത്. ഇത് നമ്മൾ പറയുമ്പോൾ ഇത് ഏത് മദ്രസയിലാണെന്ന് ചോദിക്കും. കൃത്യമായിട്ട് പറഞ്ഞാൽ ദിയോബന്ദ് മദ്രസ ദിയോബന്ദ് എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ഉണ്ട്. അവിടെ പോവാ ചോദിക്കും. നമുക്ക് പണിയാണ്. അവിടുത്തെ കിതാബിൽ ഈ സാധനം എഴുതി വെച്ച് അവരവരുടെ ഫത്വ കൊടുക്കുന്ന ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന ഒരു സൈറ്റൊക്കെ ഉണ്ട്. അതിനകത്ത് പച്ചക്ക് എഴുതി വന്നപ്പോഴാണ് നാട്ടുകാർ അറിയുന്നത്. മദ്രസ അധ്യാപകരാകാൻ വേണ്ടി പോകുന്ന ഉസ്താദുമാരെ പഠിപ്പിക്കുന്ന സ്ഥലത്ത് അവർക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനാണ്. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാർ. എനിക്ക് തോന്നുന്നു ആരിഫിന് എപ്പോഴും കിട്ടുന്ന ഒരു ചാപ്പയാണ് സംഗീചാപ്പ. അപ്പൊ ഈ കയ്യടികളിലും എനിക്കൊരു ആ ഒരു ടച്ച് വരുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ഇവരൊക്കെ ഇപ്പൊ നിങ്ങളൊക്കെ സംഖ്യയില്ലേ? ഇതാണ് നമ്മളൊരു കാര്യം വസ്തുത പറഞ്ഞ അപ്പൊ സംഖ്യയാവും. ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരു കയ്യടി കിട്ടുന്ന ചില കാര്യങ്ങൾ അത് നമ്മൾ ഒരു കയ്യടി റഫീഖിന് കൊടുക്കൂ പ്ലീസ്. അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അതിന് നമ്മൾ തുടങ്ങിയില്ലല്ലോ. ഈ ദിനം പ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ പുതിയ തലമുറേന്റെ ലഹരി ഉപയോഗം. ഈ ലഹരി ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ മതത്തിന്റെ വക്താക്കൾ പറയുന്നത് മതവിശ്വാസമില്ല, ദൈവഭയമില്ല, അതായത് സ്വതന്ത്ര ചിന്തകരുണ്ടാക്കുന്ന ഒരു കുത്തഴിഞ്ഞ ജീവിതം. നിങ്ങളെപ്പോലത്തെ ആൾക്കാരാണ് അതിന്റെ ആൾക്കാർ എന്നാണ് മതത്തിന്റെ ആൾക്കാർ പലപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടുള്ളത്. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞാണ് നമ്മളെ തമ്മിൽ ഇനിയൊരു അഭിമുഖ സംഭാഷണം വേണ്ടത്. അപ്പൊ നിനക്ക് മോട്ട ലഹരി മാത്രമല്ല ഇപ്പൊ ഈ മതം ഉപേക്ഷിച്ച ആളുകൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ വന്നൊരു വാർത്തയാണ്. സ്വകാര്യ ബസ്സിൽ 13 വയസ്സുകാരനെ നേരെ ലൈംഗിക അതിക്രമം. മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ. 13 മിനിറ്റ് ആയിട്ടുള്ളൂ. ഒരു മിനിറ്റ്. വണ്ടി എടുക്ക്. ഓ എന്ത് അനുസരണ ഇടി വച്ചേരും ഞാൻ. എനിക്ക് തോന്നുന്നത് മദ്രസയിലൊന്നും പിള്ളേരെ കിട്ടാനില്ലാന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അവര് ചൂണ്ടയും വലയൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ബസ്സിലും കാറിലും ട്രെയിനിലൊക്കെ. എന്റെ പൊന്നു പാപ്പ, ഞാൻ പറഞ്ഞതിനകത്ത് എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല, കുഞ്ഞിക്ക് പറ. ഇതാണ് അവസ്ഥ. അപ്പൊ ഞാൻ പറയുന്നത് ലഹരി മാത്രമല്ല, മദ്രസ പീഡനം നമ്മൾ കാരണമാണ്. സ്വർണം കടത്ത്, ഓക്കെ, അതും നമ്മൾ തന്നെയാണ്. ഈ ലഹരിയുടെ കാര്യം മാത്രം നമ്മൾ എടുത്ത് പറയാം. അത് കടത്തുന്ന കാര്യവും ഉപയോഗിക്കുന്നതല്ല, കടത്തുക, അത് ഉപയോഗിക്കുന്നതും അതിൽ പെടുന്നു. ഇതുകൊണ്ടാണ് ഇത്രമാത്രം മദ്രസയിലൊക്കെ പോകുന്നു എന്ന് പറയുന്ന ഈ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇത്രയും അധികം ആളുകൾ വരുന്നത് എന്ന് ചോദിച്ചത് ആരാ? ജിഫ്രി തങ്ങളോ പിന്നെ KT ജലീലും ചോദിച്ചിട്ടുണ്ട്. അപ്പോ ഇനി പറയും, ഇതാരാണ് സത്യത്തിൽ ഇതിന്റെ പിന്നിൽ? എന്ത്? ഞാൻ ഇപ്പൊ ഈ ആൽക്കഹോൾ ഉപയോഗിക്കാറില്ല. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് ഉപയോഗിക്കാത്തത്? നമ്മൾ അതിന്റെ പ്രശ്നം മനസ്സിലാക്കില്ല. പക്ഷെ ഒരു വിശ്വാസി എന്തുകൊണ്ടാണ് മദ്യപിക്കാത്തത്? അള്ളാഹുവിനെ പേടിച്ചിട്ടല്ല നമ്മൾ മാറ്റി നിർത്തുന്നു. എന്തിന്? ആഖിറത്തിൽ നമുക്ക് അള്ളാഹു അത് തരുമെന്നുള്ള വിശ്വാസത്തിന്റെ പേരിൽ. അവനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കുടിക്കാറുണ്ട്, അവിടെ പോയിട്ട് കുടിക്കാം. ഓക്കെ പോയിന്റിലോട്ട് വരാം. യഥാർത്ഥത്തിൽ നിങ്ങൾ ലഹരി വിരുദ്ധനാകണമെങ്കിൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് വേണം അത് ചെയ്യാതിരിക്കാൻ. പക്ഷെ അതല്ല നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ മതം തന്നെ അതിന് ചില കവചം ഒരുക്കി കൊടുത്ത് അതിന്റെ സുരക്ഷയിലാണ് നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മദ്രസ പീഡനത്തിന്റെ കാര്യം പറഞ്ഞു. എന്തുകൊണ്ടാണ് മദ്രസ പീഡനം ഒരു വലിയ പ്രശ്നമായി വരുന്നത്? ഉസ്താദുമാർക്ക് സത്യത്തിൽ ഒരു പ്രചോദനം തന്നെ മതം വെക്കുന്നുണ്ട്. കുട്ടികൾ, മൃഗം, രോഗിയായി കിടക്കുന്നവർ, മാനസിക വൈകല്യമുള്ള ആളുകൾ, ശവം. ഇത്രയും സംഗതികളുമായി നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഇതൊരു തെറ്റാണെന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതൊന്ന് കുളിച്ചാൽ മതി. ഇതാണ് പഠിപ്പിക്കുന്നത്. മദ്രസ ദിയോബന്ദ് അവിടുത്തെ കിതാബിൽ ഈ സാധനം എഴുതി വെച്ച് അവരവരുടെ ഫത്വ കൊടുക്കുന്ന ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന ഒരു സൈറ്റൊക്കെ ഉണ്ട്. അതിനകത്ത് പച്ചക്ക് എഴുതി വന്നപ്പോഴാണ് നാട്ടുകാർ അങ്ങനെ അറിഞ്ഞതിന്റെ പേരിൽ നമ്മളുടെ രാജ്യത്തുള്ള NCPCR, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, അവർ ഈ സാധനം ഒരു പരാതിയായിട്ട് ലഭിക്കുകയും അവരത് അന്വേഷിക്കുകയും അതിന്റെ പേരിൽ ഈ സാധനം അവരുടെ സൈറ്റിൽ നിന്ന് റിമൂവ് ചെയ്തു. ഇതാണ് ഉണ്ടായത്. അപ്പൊ ഈ മദ്രസയിൽ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനാണ് എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടാനല്ലോ പോയാ. ഒരു മദ്രസ മേഖലയിൽ ഇതുപോലെ ഒരു പീഡനം തടയാൻ നമ്മുടെ നാട്ടിലെ നിയമം വർക്കൗട്ട് ആവുന്നില്ല. ഇത് സംബന്ധിച്ചത് പറഞ്ഞത് ഞാനോ അല്ല, KT ജലീല പറഞ്ഞു. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. KT ജലീൽ പറഞ്ഞ ഈ മയക്കുമരുന്ന് കടത്തിൽ മുസ്ലിങ്ങൾ കൂടുതലുണ്ട്. ഇത് തടയാൻ ഒരു പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള ഒരാൾ പറയുന്നത് എന്താണ്? നമുക്ക് കൂടുതൽ മദ്രസ വേണമെന്നാ പറയും. പ്രത്യേകിച്ച് ഞാൻ പറയാറ് ഈ മദ്രസ എന്ന് പറയുന്നത് ഒരു എലിപ്പെട്ടിയാണ്. എലിക്കുട്ടിയുടെ ബാപ്പയും ഇങ്ങോട്ട് കയറ്റി വിടാണ് എലിപ്പെട്ടിയിലേക്ക്, കാച്ചല്. അതിനകത്തൊരു ഉസ്താദുണ്ട്. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ മാനവിക വിരുദ്ധൻ ആയിക്കോട്ടെ. ഇന്ന് ഉസ്താദുമാരെ
പിന്തിരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പിന്തിരിപ്പിക്കുന്ന ഒരു സാധനമുണ്ട്. പോക്സോ കേസല്ല, എന്താണെന്നറിയാം, CCTV ഒന്നല്ല. ഇതെങ്ങാനും ആ ടീമിന്റെ അടുത്തേക്ക് എത്തി അവരത് നാട്ടിൽ പാട്ടാക്കൂലേ? ഏത് ടീം? ഞമ്മള്. അയ്യോ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ.